63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവ മാമാങ്കത്തിന് തിരിതെളിയാൻ ഇനി ഒരു ദിവസം മാത്രം ബാക്കി. അവസാനഘട്ട മിനുക്കുപണികളുടെ ഒരുക്കത്തിലാണ് 25 വേദികൾ. കാസർഗോഡ് നിന്ന് പുറപ്പെട്ട സ്വർണ്ണക്കപ്പും നാളെ തിരുവനന്തപുരത്തെത്തും. 25 വേദികളിലായി 249 ഇനങ്ങളിൽ 15,000-ഓളം കലാപ്രതിഭകളാണ് കലോത്സവത്തിൽ പങ്കെടുക്കുന്നത്. വേദികളുടെയും കലവറയുടെയും അവസാനഘട്ട മിനുക്കുപണികളാണ് ഇനി ബാക്കിയുള്ളത്. നാളെയോടെ അതും പൂർത്തിയാകും. ഏഷ്യയിലെ ഏറ്റവും വലിയ മാമാങ്കത്തിന് 4-ാം തീയതി തുടക്കം കുറിക്കുക. ജർമ്മൻ പന്തൽ ആദ്യമായിട്ട് കലോത്സവത്തിന് ജർമ്മൻ ടെക്നോളജി പന്തൽ ചെയ്യുന്നത്. അത് സമയക്കുറവുകൊണ്ട് ഇത്രയും പെട്ടെന്ന് തീർക്കാൻ വേണ്ടി ചെയ്തത്. എന്നാലും പണി അതേ ടൈം ഷെഡ്യൂൾ തീർക്കാൻ കഴിഞ്ഞു. ഇന്ന് 4 മണിക്ക് നമ്മൾ പണിയെല്ലാം പൂർത്തിയാക്കി പന്തൽ കൊടുക്കുക. ഇത് കൂടാതെ 24 വേദിയുണ്ട്. അവരുടെ കർട്ടൻ വർക്കുകൾ അങ്ങനെയുള്ള വർക്കുകളൊക്കെ ചെറിയ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. വിദ്യാർത്ഥികൾക്ക് വേദികളിലേക്ക് എത്താൻ പ്രത്യേക QR കോഡ് സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. കലോത്സവത്തിനെത്തുന്നവരെ വരവേൽക്കാൻ KSRTC ബസ് സ്റ്റാൻഡിലും റെയിൽവേ സ്റ്റേഷനിലും പ്രത്യേക കൗണ്ടറുകളും ഒരുക്കിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം കാസർഗോഡ് നിന്ന് പുറപ്പെട്ട സ്വർണ്ണ കിരീടം നാളെ തിരുവനന്തപുരം ജില്ലാ അതിർത്തിയിൽ സ്വീകരിക്കും. പുത്തരിക്കണ്ടത്ത് തയ്യാറാക്കിയ കലവറയിൽ പാലുകാച്ചൽ ചടങ്ങും നാളെ നടക്കും. അങ്ങനെ അവസാനഘട്ട മിനുക്കുപണികൾ ഒഴികെ കലോത്സവത്തിനായുള്ള എല്ലാം ഇവിടെ സജ്ജമായി കഴിഞ്ഞിരിക്കുകയാണ്. ഒരു ദിവസം കൂടി കഴിയുന്നതോടെ 5 രാപ്പകലുകൾ നീണ്ട കലാമാമാങ്കത്തിനാണ് തലസ്ഥാന നഗരി കാഴ്ചയാകാൻ പോകുന്നത്. അജിത് കുമാറിനൊപ്പം മാനസ മനോജ്, കൈരളി ന്യൂസ്, തിരുവനന്തപുരം.